ചെറിയ വഴിയാണല്ലോ. ഇവിടെ ഓയിൽ പാമിൻ്റെ ഫാമുണ്ട്. ഇവിടെ ചെറിയൊരു തോട് പോലെ സംഭവം ഒഴുകുന്നുണ്ട്. ഒരു കുഞ്ഞു വഴിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണോ മാപ്പ് കാണിക്കുന്നത്? ഇതാണോ? ഇവിടെയാണ് സംഭവം അല്ലേ? ഇവിടെ തന്നെ പാർക്കിങ്. ഓക്കെ, നമ്മൾ മലേഷ്യയിൽ എത്തിയതിൻ്റെ അടുത്ത ഒരു ദിവസമാണ് കേട്ടോ. ഇപ്പോൾ സമയം 11:30 മണിയായി. നമ്മൾ കോലാലംപൂർ സിറ്റിയിൽ നിന്ന് കുറച്ചധികം ദൂരം ഓടി. നമുക്ക് സമയം കുറച്ച് ലേറ്റ് ആയത് കാരണം ഇവിടെ ഒരു സ്ഥലത്ത് 12 മണിക്ക് മുമ്പ് എത്തേണ്ടിയിരുന്നു. സംഗതി സ്റ്റീഫൻ ഇന്നത്തെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തത് വേറെയാണ്. പക്ഷെ ഇന്നലെ രാത്രി പുള്ളി ഇരുന്നിട്ട് ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ടാണ് അത്രേ. ലദാങ് ബുഹ തിൻ. ലദാങ് എന്ന് പറഞ്ഞ ഫാമാണ്. ബുഹ എന്ന് പറഞ്ഞാൽ അത്തി, തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. എന്തായാലും അത്തിപ്പഴത്തിൻ്റെ ഫാമാണ് സംഗതി. പുള്ളി ഇത് കണ്ടപ്പോൾ എന്നാൽ രാവിലെ ഫസ്റ്റ് തിങ് ആയിട്ട് ഇത് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇന്നത്തെ പരിപാടിയുടെ സ്റ്റാർട്ടിങ് ഈ ഒരു ഫാം ആയിക്കോട്ടെ. അഷ്റഫ്. He's one of the administrator. മലയാളം പറഞ്ഞാൽ മതി. ഇവന് ഈ ഫാം അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ഇവര് എന്താ അത്തിപ്പഴം അല്ലേ, അത്തിപ്പഴം ഫാം ആണ്. ആക്ച്വലി മുൻപല്ലേ മലേഷ്യയിലെ അത്തിപ്പഴം എപ്പോഴും ഞങ്ങള് ഇമ്പോർട്ട് ചെയ്യും പുറത്തുനിന്ന്. ഇപ്പോ ഉനക്ക് അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴമാണ്, ഡ്രൈഡ് ഫ്രൂട്ട് ആണ് എപ്പോ മിഡിൽ ഈസ്റ്റിന്. പക്ഷെ ഇപ്പോ പുതിയ ഫാം തുടങ്ങി. അത് ladang-ladang lain dalam Malaysia ke? Saya tak pernah nampak. 3 ladang sini. Oh ya ke? മലേഷ്യയിലല്ലേ പറഞ്ഞ 3 ഫാംസ് ഉണ്ട്. പക്ഷേ എല്ലാം ചെറിയ ഫാമാണ്. ഇത് വൺ ഓഫ് ദ 3. ലൈക്ക് പുതിയ എങ്ങനെ, അതായത് ഇവിടെ അത്തിപ്പഴം ഇവിടെ കൃഷി ചെയ്യുന്നില്ല മലേഷ്യയിൽ. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തതാണത്. അപ്പോൾ നമുക്കത് കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം, അകത്ത് പോയി നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് തന്നെ കേട്ടോ അവർ പറയുന്നത്. ഇതിന് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇൻസെക്ട്സ്, പ്രാണികളൊന്നും അകത്ത് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര. ഇതൊരു നെറ്റാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് പോലത്തെ സംഭവമാണ്. ഇവിടെ ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് വെയിൽ കൊള്ളാതിരിക്കാനാണ് തോന്നുന്നുണ്ട്. മുകളിൽ വേറൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഹായ്, അഷ്റഫ് ഫ്രം ഇന്ത്യ. Oh, okay. Which part of India? Kerala. Yes. My brother is in Chennai. നിയർബൈ സ്റ്റേറ്റ് കേരള. അതായത് മറ്റു പല രാജ്യങ്ങളിലും ഈ അത്തിപ്പഴം കൃഷി ചെയ്യുമ്പോൾ വർഷത്തിൽ അത്തിപ്പഴം ഇൻ മലയാളം അത്തിപ്പഴം വർഷത്തിൽ ഒരു സീസണിൽ സമ്മറിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം വേറെ രാജ്യമല്ലേ 4 സീസൺ ഉണ്ട്. പിന്നെ എങ്ങനെ കൂളിംഗ് സീസൺ അല്ലേ, വരില്ല. ഓക്കെ സമ്മറിൽ മാത്രമേ ഫ്രൂട്ട്സ് കിട്ടുള്ളൂ. മലേഷ്യ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥ. വർഷം മുഴുവനും ഡെയിലി ഫ്രൂട്ട് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് സക്സസ്ഫുൾ റൈറ്റ്? ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവർ ചെയ്താണ്. അപ്പൊ അത് ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. Okay, so you're ready to harvest? Okay. You want to try? Yes. Let's go. Okay. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവര് ഈ അത്തിപ്പഴത്തുനിന്നും അത്തിമരത്തിന്റെ ഈ അത്തിച്ചെടിയുടെ ഇലയിൽ നിന്നൊക്കെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഫിക്സ് ലെമണേഡ്. ഇത് അത്തിപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇത്ര ഭയങ്കര റിഫ്രഷിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. സാധനം ഇല്ല, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് അത്തിമരത്തിൻ്റെ അത്തിച്ചെടിയുടെ ഇലയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് അത്രേ, ഫിക്സ് ടീ എന്ന് പറഞ്ഞിട്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ വലിയ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കി നോക്കാം. Turkey, South Africa, Peru and UAE. But we don't import fresh fruits, only dry fruits, right? Majority is in dry and extract form. You can only find fresh fig in July, August, September because they are fruiting over there. Yes. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ടൊന്ന് കാണാം കേട്ടോ വിശദമായിട്ട്. Yes. Welcome. You can close the door. Welcome. Thank you. Ladang ting Olak Lempit. Yes. നമ്മൾ അത്തിമരം എന്ന് പറയുമ്പോൾ വലിയ മരമാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ അത്ര വലിയ മരം ആയിട്ടല്ല, ചെറിയ തൈകൾ പോലെയാണ് കേട്ടോ. ഇത് ഇത്രേ വലുതാവുള്ളൂ എന്നറിയോ സ്റ്റീഫൻ? ഇത്രേ വലുതാവുള്ളൂ, വലിയ മരം ആവില്ല? Boleh sampai atas. Sampai atas? Yes. Teruskan. And then sampai atas kita akan potong ni supaya dia ഈ മേലെ അങ്ങനെ ഹൈറ്റ് വരും. ഓക്കെ, ഹൈറ്റ് ലിമിറ്റ് ഇല്ല, അങ്ങനെ പോകും. ഹൈറ്റ് വരുമ്പോലെ ഇവരെ ചെടി കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ബാൻ ചെയ്യും. പിന്നെ വേറെ ബ്രാഞ്ച് വരും. അങ്ങനെ പ്രൂണിങ്. Yes, pruning. Okay. Okay, this one. The first step is you must make a mini love like this.
Mini love. Yes, Okay. mini love. And then you come to the fruit and then like Okay. this, and they put it down. Okay, okay. Okay. The second trip is smile. Smile. Yes, For? because to make the fruit sweet. Oh. Your good name? Yeah. Huh? Your name? Zaimi. ജെയ്മി. Yeah. ജെയ്മി ഇദ്ദേഹം ഇവിടുത്തെ ഇൻചാർജാണ് കേട്ടോ. ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് ഇത് പറിക്കേണ്ടതെന്ന്. ഇത് പറിക്കുന്നതിനൊക്കെ ഒരുപാട് ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ, ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഈ മിനി ലവ് പിടിക്കില്ലേ, മിനി ലവ് ഇങ്ങനെ പിടിക്കണം. നമ്മൾ കൊറിയയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ഥിരം ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചിരിക്കണം, നമ്മളൊരു പുഞ്ചിരി മുഖത്ത് വരണം. അപ്പോൾ പുഞ്ചിരി എന്തിനാണ് മുഖത്ത് വരുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അപ്പോഴാണ് ഈ ഫ്രൂട്ടിന് ഒരു മധുരം ഉണ്ടാവുക, സ്വീറ്റ്നെസ് കൂടുകയെന്ന് പറഞ്ഞു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നേക്കുവാണ്. എന്നിട്ട് മിനി ലവ് പിടിച്ചതിന് ശേഷം നമ്മൾ സ്മൈൽ ചെയ്തിട്ട് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കണം ഈ ഫ്രൂട്ടിനെ. അതിനകത്ത് അതിൻ്റെ ഞെട്ടി വരുത്തിയിട്ട് ജസ്റ്റ് താഴത്തേക്കാക്കും. Yeah. കറക്റ്റ്. Correct. Absolutely. ഇതാ അപ്പോൾ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു യഥാർത്ഥ അത്തിപ്പഴം കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്തിപ്പഴം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് ഇല്ല, അത് യൂസ് ചെയ്യാറില്ല ആൾക്കാരും തോന്നുന്നുണ്ട്. എന്തൊക്കെ ചെറിയ ഉപയോഗങ്ങളുള്ളൂ, കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല തോന്നുന്നു. പക്ഷേ ഇതാണ് യഥാർത്ഥ അത്തിപ്പഴം. ഇതിനകത്ത് 1200 എങ്ങാണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇത്രേ. അപ്പോൾ ഇവരിവിടെ കുറച്ച് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് ഓപ്പണാണ് കേട്ടോ. ഇവിടെ 5 റിങ്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് എൻട്രി ഉണ്ട്. പിന്നെ നമ്മൾ ഈ കാണാൻ വരുന്നവർ പറിക്കുന്ന ഫ്രൂട്ട് തൂക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ വിലയും കൂടി കൊടുത്താൽ നമുക്കത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന സംഗതി ഇത് വേറൊരു വെറൈറ്റി ആട്ടോ. ഇത് പഴുത്ത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കളറ് പച്ച കളറാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറിച്ചത് ഇത് റെഡ് കളറാണ്. പിന്നെ യെല്ലോ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യാം. You can try. Okay, Oh, this yeah. one. Okay, just Which one is more sweeter? Ada yang dekat. This one. Pecahkan dulu. yeah, pecahkan, pisahkan dia. Okay. Split ചെയ്യാ. ഓക്കെ ഓക്കെ, ഇതാണത്തെ ഏറ്റവും നല്ല സ്വീറ്റ് ആയിട്ടുള്ളത്. Yeah. ഓ, ഇതിനൊന്നും കളയാനില്ല കേട്ടോ. ഇത് ഞെട്ടി മാത്രമേ നമുക്ക് കളയാനുള്ളൂ ശരിക്കും From പറഞ്ഞു കഴിഞ്ഞാൽ. bottom, yeah. ഈറ്റ് ഫ്രം ബോട്ടം. Yeah. ഓക്കെ, ഇതിന്റെ താഴെ ഭാഗത്ത് നിന്ന് കഴിക്കാനാണ് പറയുന്നത്. ടേസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ടേസ്റ്റി, വെരി സ്വീറ്റ്. ഇത് നല്ല മധുരമുണ്ട്. Because you follow the second step. Smile. I forgot to smile. ചിരി നിർബന്ധമാണ് എപ്പോഴും. സ്റ്റീഫൻ നീ കഴിക്കാം, ഞാൻ പിന്നെ കഴിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് മുഴുവനാക്കട്ടെ കേട്ടോ. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഒരു തരി ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കഴിക്കാൻ. ഉള്ളിൽ ചെറിയ കുരുണ്ടോ? ഒരു തരി ചെറിയ കുരു. അത് മൊത്തം കഴിക്കാം നമുക്ക്. ഇത് ഞാൻ സ്റ്റീഫന് വേണ്ടി ബാക്കി വെച്ചാണ്. ഇക്ക നീ കഴിക്കും. അല്ല നല്ല മധുരമാണോ? നല്ല മധുരമുണ്ട്. കമ്പയർ ടു ഡ്രൈ എങ്ങനെയാണ് ടേസ്റ്റ്? ഇത് കുറച്ചും കൂടി ഒരു ജ്യൂസി അല്ലേ. ഡ്രൈ വേറൊരു സെഗ്മെന്റ് അല്ലേ. ഇത് ഫ്രഷ് ഫ്രൂട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആണല്ലോ. ഡ്രൈ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷെ ഫ്രഷ് അത്തിപ്പഴം കഴിക്കുന്നത് നമുക്ക് റയറാണ്. അടിപൊളി. സ്റ്റീഫൻ കഴിക്കാം, ഞാൻ കഴിക്കാം. ഓക്കെ. This one more sweet. ദ ഗ്രീൻ വൺ. Yeah. അത് ശരി, ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പച്ചയാണ് അത്ര കുറച്ചുകൂടി മധുരമുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഐഫോൺ പണിമുടക്കല്ല, ഹൈ ടെമ്പറേച്ചർ കാരണം ഐഫോൺ ഒന്ന് കൂളാകാൻ വേണ്ടി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടോ, അതിനകത്ത് ഭയങ്കര ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് വേറൊരു സാധനം അപ്പുറത്ത് ഈ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, ഗ്രീൻ ഹൗസ് B ആണ്. അവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് പ്ലാൻ ചെയ്തതാണ്. അവിടുന്ന് ഒരു വെറൈറ്റി പറിച്ച് എനിക്ക് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഇറാഖി എന്നാണ്, ഈ വെറൈറ്റിയുടെ പേര്. ഇത് ഇറാഖി എന്ന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സൈസാണ് കേട്ടോ. ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കളറേ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നാണ്, നോക്കി വെക്കാം. ഇത് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അത്ര സ്വീറ്റ് അല്ല, പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ ആദ്യം കഴിച്ചതിൻ്റെ അത്ര സ്വീറ്റ് അല്ല, ഒരു മൈൽഡ് സ്വീറ്റാണ്, പക്ഷേ ടേസ്റ്റാണ്. ഇതിൻ്റെ ബാധിയും ഞാൻ എൻ്റെ സ്വന്തം സ്റ്റീഫന് വേണ്ടി കൊടുക്കുകയാണ്. നേരത്തെ സ്റ്റീഫൻ കഴിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് ഫോൺ പണി മുടക്കിയത്. താങ്ക്സ് ഗാ. ഇത് ചെറിയ സൈസ് ഇറാഖി വെറൈറ്റി. മധുരം ഉണ്ട്, കുറച്ച് കുറവാണ്, പക്ഷേ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അഷ്റഫ് ഖാലെ ആ പഴം കഴിക്കുമ്പോൾ ഫുൾ പുഞ്ചിരിച്ച് വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് പുഞ്ചിരി വരും. ഐഫോണൊന്ന് ചൂടാറുന്നവരെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അതിന് ശേഷം അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ അത്തിപ്പഴം പറിച്ച ആ ഒരു പോളി ഹൗസിൽ അതിനകത്തുള്ളത് 6 മാസം പ്രായമായ അത്തിച്ചെടികളാണ് കേട്ടോ. ഇപ്പുറത്ത് ഉള്ളത് പോളി ഹൗസ് B ആണ്. ഇതിനകത്തുള്ള 3 മാസം പ്രായമായ അത്തിച്ചെടികളാണ്. 3 മാസമൊക്കെ ആകുമ്പോഴത്തേന് കായ്ക്കാൻ തുടങ്ങും. 4 മാസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാൻ പറ്റും ഇത്രേ.
ഇപ്പോൾ ഇതിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, 6 മാസം കഴിഞ്ഞതാണ്. ഇവരുടെ വലിയ പ്ലാനാണ് കേട്ടോ. നിലവിൽ 2 പോളി ഹൗസാണുള്ളത്. റീസെൻ്റ്ലി തന്നെ അവരത് 8 ആക്കുന്നുണ്ട് ഇത്രേ. ഇവിടെ കണ്ടൊരു ഫാന് സോളാർ പാനൽ വെച്ചിട്ട് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫാനിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐഫോൺ തണുപ്പിച്ചത്. നമുക്ക് അകത്തേക്ക് പോവാം. അഷ്റഫ് ചിലപ്പോലെ എക്സ്ട്രാ വ്യൂസ് കിട്ടുമ്പോൾ ഐഫോൺ 16 വാങ്ങണം. 16 അവരൊന്ന് ഇറക്കട്ടെ, എന്നിട്ട് ഞാൻ ഐഫോൺ 17. ഓക്കെ ഇതിൻ്റെ അകത്ത് കണ്ടോ, അതായത് ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഓരോ തൈയും വെച്ചിട്ടുള്ളത്. നമ്മളെ കപ്പത്തണ്ട് പോലെയാണ് ഇതിൻ്റെ ഏകദേശം താഴെ നിന്നുള്ളൊരു ലുക്ക് കേട്ടോ. 3 തണ്ടായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇതൊക്കെ അവർ കട്ട് ചെയ്തിട്ടൊക്കെ ആക്കുന്നതായിരിക്കും. പിന്നെ ഓരോ തണ്ടിനും മുകളിലേക്ക് ഓരോ റോപ്പ് കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കയറ് ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് കണ്ടോ. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഡെയിലി 4 ടൈംസ് 4 പ്രാവശ്യം ഇവർ വെള്ളം നനയ്ക്കുന്നുണ്ട്. പൈപ്പ് ഇട്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് കേട്ടോ. അതാണ് ഇവരുടെ ഒരു കൃഷി രീതി. ആ വെള്ളത്തിൽ തന്നെ ഈ വളങ്ങളൊക്കെ ആവശ്യമുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വിടുന്നത്. ഇതൊരു വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു ബ്രൗൺ കളറാണ് അല്ലേ? അത് സ്റ്റീഫൻ പൊട്ടിച്ചോ. ഗ്ലൗ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എടുത്താലും മധുരം ഉണ്ടാവാം. ബിഗ് വൺ. സെയിം ഇവിടെയൊക്കെ കുറെ എണ്ണം പഴുത്തുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വരുമ്പോ രാവിലെ നേരത്തെ വരണം എന്നാട്ടോ ഇവര് പറഞ്ഞത്. ക്രാക്ക് വരുമ്പോലെ അങ്ങനെ റൈപ്പ് ആവും. ഓക്കെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ രാവിലെയാണ് നല്ലത്. അപ്പോൾ ഈ ടെമ്പറേച്ചറും ഈ ചൂടും സഹിക്കണ്ട. പിന്നെ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമുക്ക് ആവശ്യത്തിന് പറിച്ച് കൊണ്ടുപോകണമെങ്കിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും രാവിലത്തെ ആ ഒരു സമയമാകുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരെന്തായാലും മോർണിംഗ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇത് നമ്മൾ പറിച്ചിട്ടില്ലല്ലോ, ഇത് റൈപ്പായിട്ടില്ല. ഓക്കെ ഇത് കണ്ടോ, ഇത് വേറെ വെറൈറ്റി ആട്ടോ. യെല്ലോ കളറാണ്. ഇതാ ഈ ഒരു യെല്ലോ വെറൈറ്റി ഒന്ന് പറിച്ചിട്ട് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് നമ്മുടെ സ്റ്റീഫനോടൊന്ന് ചോദിക്കാൻ, ഇതിനകത്ത് എന്തെങ്കിലും കീടനാശിനി തെളിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല അത്രേ. അതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ്, അതായത് ഇൻസെക്ട്സ് ഒന്നും കീടങ്ങളൊന്നും ആക്രമിക്കില്ല, കീടങ്ങളിനകത്തേക്ക് വരുന്നേ ഇല്ല. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇവർ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വളമായിട്ട് കൊടുക്കുന്നു എന്നല്ലാതെ വേറൊരു സംഭവം ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ പറിച്ചിട്ട് തന്നെ കഴിക്കാം. യെസ്. അപ്പോൾ യെല്ലോ വെറൈറ്റി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. പിന്നെ മധുരം കൂടുതലാണോ കുറവാണെന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ഇതും അത്ര സ്വീറ്റ് അല്ല. നമ്മൾ ആദ്യം കഴിച്ച റെഡ് വെറൈറ്റീൻ്റെ അത്ര സ്വീറ്റ് അല്ല. പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റുകൾ തമ്മിൽ കേട്ടോ. ശരിയാണ്, മോർ ക്രഞ്ചിയാണ്. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് പോവാൻ കേട്ടോ. ഇതിനകത്ത് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ടെമ്പറേച്ചറാണ്. അത് എന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ഇവർ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇവർ കമ്പനിയുടെ പേര് ബെനഫിക്സ് ആണ് കേട്ടോ. ബെനഫിറ്റ്സ് ഓഫ് ഫിക്സ് എന്നതിൻ്റെ ഒരു ക്രിയേറ്റീവ് കോമ്പിനേഷനാണ് ബെനഫിക്സ്. അപ്പോൾ ഇവർക്ക് 3 ഫാം ഉണ്ട് ഇതുപോലത്തെ. അതിനകത്ത് ഇപ്പോൾ കൊലാലംപൂരിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫാം തന്നെയാണ് കേട്ടോ. ഇത് ഏകദേശം ക്ലെന്താൻ സൈഡിലേക്ക്, അതായത് നോർത്ത് ഈസ്റ്റ്, കൊലാലംപൂരിന് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് ഏകദേശം 50 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഒരു ഫാം. ജസ്റ്റ് ഇന്നലെ സ്റ്റീഫൻ രാത്രി നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ എനിക്കിഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പുള്ളി രാവിലത്തെ പ്ലാൻ മാറ്റിയിട്ട് ഇങ്ങോട്ടാക്കിയതാണ്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊരു അത്തിപ്പഴത്തിൻ്റെ ഫാം കാണുന്നത്. അത് അടിപൊളിയായി. ഇദ്ദേഹം ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ് അത്രേ. അപ്പം ഞാനും ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. പുള്ളിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നമ്പർ ചോദിക്കണം. Thank you, Ashraf, YouTuber India. Yes. All right, thank you, Ashraf. You're welcome. Nice to meet you. Okay, Yes. thank you. Thank you. All right. അപ്പോൾ നമ്മൾ പറിച്ച സംഭവങ്ങൾ നന്നായി അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പോവാം. അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടായതിനകത്ത്. അടുത്ത എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മുൻപിലുള്ള സ്ഥലം, ഇവർക്ക് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ഇത്രേ കുറേ ഏക്കേഴ്സ് സ്ഥലമുണ്ട്. ഇവിടെ കഫേയും അതുപോലെ ഹോം സ്റ്റേ പോലത്തെ പരിപാടികളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഇന്നലത്തെ പോലെ നല്ല വെയിലായിട്ടോ. കുറച്ച് നേരം കാറിൻ്റെ AC ഇരിക്കണം. അയ്യോ, ഞാൻ ഇത് മറന്നു, ഗ്ലൗസ് ആ വേസ്റ്റ് ബിന്നിലിടാം. നമ്മൾ പുറപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്കും 2-3 വണ്ടി വേറെ വന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ തരത്തിലും. രാവിലെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടാവും, നല്ല സുഖമായിട്ട് നടന്ന് കാണാനൊക്കെ പറ്റും. അപ്പം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഈ ഏരിയ മൊത്തം കണ്ടോ ഓയിൽ പാം ആണ് അല്ലേ.
ഓയിൽ പാമാണ് ഇവിടെ മലേഷ്യയിലെ ഏറ്റവും വലിയ കൃഷി. അത് ഏറ്റവും വലിയ കൃഷി ഓയിൽ പാമാണ്. മുൻപ് 30 വർഷം മുൻപ് മലേഷ്യ മെയിൻ കൃഷി റബ്ബർ മരമാണ്, പാൽമരമാണ്. പക്ഷേ പാൽമരം ഡെയിലി വർക്കേഴ്സ് കത്തിങ് ആവശ്യം, പാല് വരും. ഡെയിലി കത്തിങ് ഇല്ലെങ്കിൽ പാല് വരില്ല. അതുകൊണ്ട് പക്ഷേ പാം ഓയിൽ പഴങ്ങളല്ലേ, ചിലപ്പോൾ 3 months 4 months വരും. 1 time അത് ഹാർവെസ്റ്റ് ചെയ്യാൻ മതി. once in 3 months മതി. അത് ചിലപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ അറിയില്ല. പക്ഷെ ഡെയിലി അങ്ങനെ ടേക്ക് കെയർ ആവശ്യമില്ല. അതുകൊണ്ട് റബ്ബർ കുറഞ്ഞു. അതുപോലെ സിന്തറ്റിക് റബ്ബറിന്റെ ഉപയോഗം കൂടിയതും നാച്ചുറൽ റബ്ബറിന്റെ ഡിമാൻഡ് കുറയാൻ കാരണമായിട്ടുണ്ടാവും. അതൊക്കെ കൊണ്ട് റബ്ബർ കൃഷി കുറഞ്ഞു. പിന്നെ കുറഞ്ഞു മീൻസ് കമ്പാരിറ്റീവ്ലി പഴയതിനേക്കാളും കുറഞ്ഞു. ഇപ്പോൾ ഓയിൽ പാമിന്റെ കൃഷിയാണ്. ഓയിൽ പാമിന്റെ ഒരു ഫാമിൽ നമ്മൾ പോയിട്ട് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ നമ്മുടെ മലേഷ്യ യാത്രയിൽ ഒരു പാജിയുടെ ഓയിൽ പാം തോട്ടത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ വെക്കാം. നമ്മളങ്ങനെ അത്തിപ്പഴത്തിന്റെ ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഓടിയിട്ടോ. ഇപ്പോൾ ബന്തിങ് എന്ന് പറയുന്ന സിറ്റി എത്തി. ആക്ച്വലി ഇപ്പോൾ സിറ്റി പാസ് ചെയ്തു കേട്ടോ. അത് ഒരു കാര്യം പറയാൻ പറ്റൂ, നമ്മുടെ ഫിഗ് ഫ്രൂട്ട്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ അതിൻ്റെ കിലോക്ക് അവർ പറയുന്നത് 65 or 70 റിങ്കറ്റ്സ് ഒക്കെയാണ്. പക്ഷെ അത് പല വെറൈറ്റീസിനും ഡിഫറെൻറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി എന്തായാലും. പക്ഷേ വിസിറ്റിംഗ് വർത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്കിനി ഒരു 5 കിലോമീറ്റർ കൂടി ദൂരം പോയിട്ടൊരു സ്ഥലം കാണാനുണ്ട് അല്ലേ? മാവാണോ? മാംഗോ ട്രീ. നമ്മൾ മെയിൻ റോഡ് വിട്ടിട്ട് കുറച്ച് അകത്തേക്ക് തിരിഞ്ഞിട്ട് ഒരു ചെറിയ റോഡിൽ പോകാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാനുണ്ട്. ഒരു വില്ലേജൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. പക്ഷേ നിറയെ വീടുകളില്ല. ഈ കൃഷിസ്ഥലങ്ങളാണ്. എന്തൊക്കെയോ പലതരം കൃഷികളാണ്. കൂടുതലും പാം ഓയിൽ പാം ആണെങ്കിലും വേണ്ട ഇവിടെയൊക്കെ കുറേ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാനുണ്ട്. ഉണ്ട് 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 ഉണ്ട്. ചക്കമരം കണ്ട്. ചക്കമരം എന്നാണ് പറയാ. എന്താണ് പ്ലാവിന് എന്താ പറയാ? പ്ലാവ് മലായി ഭാഷയിൽ എന്താ പറയാ? നങ്ക. 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 മാവ് മങ്ക. 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 ഇപ്പോ ചെറിയല്ലേ ഫുള്ള് ഭാഷ ഫുള്ള് മിക്സ് ആയില്ലേ, കൺഫ്യൂഷൻ. അതൊരു പ്രശ്നമാണ്. 10-15 ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും. ഒക്കെ കൂടെ മിക്സ് ആവും. കപ്പമരം. കപ്പ കൃഷി ഇടക്കിടക്ക്. പക്ഷെ കൃഷിയായിട്ടില്ല. എവിടെയെങ്കിലൊക്കെ 1-2 തൈകളൊക്കെ കാണാനുള്ളൂ. ഈ വെയിലത്ത് കുട്ടികൾ സൈക്കിളിൽ പോകുന്നു. നമ്മൾ ഇപ്പൊ കാണാൻ ഉദ്ദേശിച്ചു വന്ന സ്ഥലം എത്തിട്ടോ. ഇസ്താന ബന്ദർ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കേട്ടോ. സ്റ്റീഫൻ പറഞ്ഞപ്പോൾ എനിക്ക് രസകരമായി തോന്നി. നമുക്കൊന്ന് കാണാം. സംഭവം അറിയാലോ, ഇസ്താന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ് എന്നായിരിക്കും അതിൻ്റെ ഡയറക്റ്റ് മീനിങ് എന്ന് തോന്നുന്നു. ഒരു കൊട്ടാരമാണ്. നമ്മൾ സാധാരണ കൊട്ടാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടാരങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഉപയോഗം കഴിഞ്ഞ ശേഷം മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ള കൊട്ടാരങ്ങളുണ്ടാവും. ഇവിടെ അതിൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന കൊട്ടാരമാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പക്ഷേ മ്യൂസിയം പോലും അല്ല. അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അധികം വിസിറ്റ് ചെയ്യുന്നൊന്നുമല്ല. കാലിയായി കിടക്കുന്ന ഒരു കൊട്ടാരം. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അതിൻ്റെ ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇവിടെ ഗേറ്റിൽ തന്നെ സെലാങ്ങൂർ സ്റ്റേറ്റിൻ്റെ ഫ്ലാഗ് എല്ലാം ഉണ്ട്. ഇവിടെ കണ്ടോ, അങ്ങനെ ടിക്കറ്റ് ഒന്നുമില്ല, വെറുതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കൊട്ടാരമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് എൻട്രി ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സെലാങ്ങൂർ രാജാവ് പാലസ് ക്ലാങ്ങിൽ തന്നെ, ക്ലാങ്ങിലേക്ക് മാറ്റിയത് നമ്മളന്ന് കണ്ടു, ഇന്നലെ കണ്ടു. പുതിയ പാലസ് ആണ്. ഇത് ബാക്ക് സൈഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൊട്ടാരത്തിന്റെ. അതിന്റെ അകത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഫ്രണ്ട് ഗേറ്റ് അവിടെയാണോ? ഓക്കെ, എന്നാൽ ഫ്രണ്ട് ഗേറ്റ് വഴി തന്നെ കയറാം. നമ്മളിപ്പോൾ അതിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ മുൻഭാഗത്ത് വിശാലമായൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാം. ഇവിടുന്ന് നോക്കുമ്പോൾ അത്ര വലിയൊരു പാലസാന്ന് തോന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ബാക്കിലേക്കൊക്കെ ഒരുപാട് ഏരിയ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇസ്താന ബന്ദർ, അതായത് സെലാങ്ങൂർ സ്റ്റേറ്റിൻ്റെ അന്നത്തെ സുൽത്താൻ രാജാവ്. അറിയാലോ, ഇവിടുത്തെ ഓരോ സ്റ്റേറ്റിനും ഓരോ രാജാവ് ഉണ്ടാവും. അപ്പോൾ അന്നത്തെ സെലാങ്ങൂർ സ്റ്റേറ്റിൻ്റെ രാജാവായിരുന്ന സുൽത്താൻ അലാദ്ദീൻ സുലൈമാൻ ഷാ ആണ് കേട്ടോ 1899 ഈ പാലസ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കിടക്കാം. ഇവിടെ ഹൈലക്സ് പാർക്ക് ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ. ഹൈലക്സ് അല്ലേ? ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഇതിനകത്തുള്ളൊരു കൗതുകം ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കാലിയായി കിടക്കുന്ന പാലസ് സാധാരണ നമുക്കിങ്ങനെ കാണാൻ പറ്റാറില്ല. ഇങ്ങനെ ഉപയോഗിക്കാത്ത പാലസുകൾ മിക്കവാറും ഒക്കെ മ്യൂസിയം ആക്കി മാറ്റാറാണ് പതിവ്. പഴയ കാലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന
ഒരു മ്യൂസിയംസ് ആക്കി മാറ്റാറാണ് എല്ലാ സ്ഥലത്തും പതിവ്. ഇവിടെ പക്ഷേ ഒരു ഒഴിഞ്ഞ വെറുതെ കാലിയായി കിടക്കുന്ന അങ്ങനെ പറയുമ്പോൾ അബാൻഡൻഡും അല്ല, ഉപേക്ഷിച്ചതും അല്ല. അങ്ങനെ സെക്യൂരിറ്റീസ് മാത്രമുണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്ത് നിർത്തി വെറുതെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. മുകളിലേക്കുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു സ്റ്റൂള് പോലും ഇല്ല, ചെയറോ അങ്ങനത്തെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെയറുണ്ട്, അത് ഈ സെക്യൂരിറ്റീസിന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിൻ്റെ റൂഫല്ല സീലിംഗ് ഒക്കെ ഉണ്ടോ, അടിപൊളി. ഇതാ ഇങ്ങനൊരു ചെയറുണ്ട് ഇടയ്ക്ക്. ഇത് ഇവിടുത്തെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കെയർ ടേക്കേഴ്സ്, അവർക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇതാണ് മട്ടുപ്പാവ്. ഇവിടെ ആയിരിക്കും മിക്കവാറും രാജാവ് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവുക. ഇതാ ഫ്രണ്ടിലേക്കുള്ള വ്യൂ. ഇതിൻ്റെ ആർക്കിടെക്ചർ ശരിക്കും ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് കേട്ടോ. അതിൻ്റെ ഗൂഗിളിൽ വായിച്ചപ്പോൾ മനസ്സിലായത് ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ നിർമ്മാണത്തിൽ ചൈനീസ് ക്രാഫ്റ്റ്മാൻസ് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ മനസ്സിലായി. ഈ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവം കാണാൻ വരുന്ന കേട്ടോ നല്ലത്. അതിൻ്റെ അകത്ത് നല്ല കൂളിംഗാണ്, പുറത്തിറങ്ങിയ കൊടും ചൂടാണ്. ഇവിടെ എന്ത് രസമാണെന്ന് അറിയാം നിൽക്കാൻ. ഇത് ആക്ച്വലി ഒരു കെട്ടിടത്തിനെ മറ്റൊരു കെട്ടിടവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. കണ്ടോ, ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആ കെട്ടിടത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി ഈ ഭാഗത്തൂടെ, ഈ ഇടത് ഭാഗത്തൂടെ എങ്ങനെ അങ്ങോട്ട് ബാക്കിലേക്ക് പോകാൻ പറ്റും. ഇവിടെ 2-3 ആൾക്കാരുണ്ട് കേട്ടോ. എന്തൊക്കെ ഒരു ഉപകരണമൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ എന്തോ സ്റ്റഡി നടത്തുകയാണ് അത്രേ. ഈ കൊട്ടാരത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പഠനം നടത്തുകയാണെന്ന് പറഞ്ഞു അവർ. നേരത്തെ ഞങ്ങൾ സംസാരിച്ചു. കണ്ടോ, എന്തോ ഒരു ഉപകരണമൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ അറിയില്ല. ചിലപ്പോൾ കുറച്ച് ചരിത്രം സ്ഥലമല്ലേ. Probably this one very old construction building. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ഈ കൊട്ടാരത്തിൻ്റെ പ്രിമൈസസിൽ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ഒക്കെ നടാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് നടേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കുഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴത്ത് എന്താണുള്ളതെന്ന് അറിയണ്ടേ, എന്തെങ്കിലുമൊക്കെ നാശമായി പോകുമെന്ന് അറിയണ്ടേ. അത് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രിമൈസസ് മൊത്തം മണ്ണിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഈ കൊട്ടാരത്തിൻ്റെ ഡിസൈന് ഒരു ഇൻഡോ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ടെക്നോളജിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇതിൻ്റെ ഈ മിനാരം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താജ്മഹലിൻ്റേതിന് സമാനമാണെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. 1914 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഈ ഒരു ഭാഗം, ഈ ഒരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കുറേ വിശാലമായ മുറ്റങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വളരെ നീറ്റും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിലും മ്യൂസിയം ഒന്നും അല്ലെങ്കിലും ഫുള്ള് ക്ലീനാണേ. ഇവിടെ ആ മുറ്റത്ത് ഒരു ടാങ്ക് കേട്ടോ, നടുമുറ്റം പോലത്തെ ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകുവശത്തുള്ള ഒരു ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് എത്തിയിട്ടില്ല, ഇനി ഒരു മതിലും അതിനൊരു കവാടമൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാ പറയുക, മലേഷ്യയിൽ 13 സ്റ്റേറ്റ്സ് ആണ്, 13 സ്റ്റേറ്റുകളാണ്. 13 സ്റ്റേറ്റിൽ 10 സ്റ്റേറ്റിന് രാജാവുണ്ട്, സെപ്പറേറ്റ് രാജാവുണ്ട്. ഇവിടെ സുൽത്താൻ എന്നാണ് പറയുക കേട്ടോ. പിന്നെ മലേഷ്യക്ക് മൊത്തത്തിലായിട്ടൊരു രാജാവ് കൂടിയുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് മഹാരാജാവ് എന്ന് വിളിക്കാം. ഈ 13-ൽ 10 സ്റ്റേറ്റിന് രാജാവുണ്ട്, 3 സ്റ്റേറ്റിന് രാജാവില്ല. ഈ അവസാന കാലത്തൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആ 3 സ്റ്റേറ്റ്സ്. പിന്നീട് അവിടെ ഗവർണറുടെ ഭരണം നിലവിൽ വന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 10 രാജാക്കന്മാരിൽ ഓരോ 5 വർഷം ഓരോരുത്തരും ടേൺ മാറി മാറി ഒരു സ്റ്റേറ്റിൻ്റെ രാജാവ് മലേഷ്യയുടെ രാജാവായിട്ട് മാറും. ഓരോ 5 വർഷം മാറി മാറി ഇങ്ങനെ വരും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. ഇപ്പോൾ അതെ നമ്മൾ ആദ്യം വന്നില്ലേ, നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആദ്യം നടന്ന് വന്ന ആ സ്ഥലത്തേക്ക് എത്തിട്ടോ. ഏകദേശം നമ്മൾ എല്ലാ സ്ഥലത്തും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു കാലി പാലസ്. നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. PMTG പാസർ, അതെന്താണ് സ്ഥലം പേര്? പെമാത്തങ് പാസീർ. പിന്നെ ഇവിടെ നോക്ക്, അതെന്താ നീ എന്താ പറയൂ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പോലെ മനസ്സിലാകുന്നില്ല. എന്താണ് അതോടെ കെത്തിയതല്ലേ ബിൽഡിംഗ് അല്ലേ.
പിന്നെ ബിൽഡിംഗ് സൈഡ് ഫുൾ ഹോൾസ് അല്ലേ. ഹോൾസ് ഉണ്ട്. അതെന്താ? ഇത് മാൻമേഡ് വീട്, ഭക്ഷിന്റെ വീടാണ്. ഭക്ഷി ഹൗസ് ഫോർ ബേർഡ്സ്. ബേർഡ്സോ? നിക്ക് അതെന്തിനാണ് അത്? കാരണമല്ലേ ഒരു സ്പെഷ്യൽ ചൈനീസ് ഭക്ഷണമുണ്ട്, ഡെലിക്കസിയാണ്. ആ ഭക്ഷണം പേര് ബേർഡ്സ് നെസ്റ്റ് ആണ്. നീ എവിടെയും പോകുമ്പോലെ, ചൈന ടൗണിൽ എവിടെയും പോകുമ്പോലെ, ഏത് രാജ്യം പോകുമ്പോലെ ചോദിക്ക് ബേർഡ് നെസ്റ്റ്. അത് കഴിച്ചാലേ എങ്ങനെ സുന്ദരം വരും. ബ്യൂട്ടിഫുൾ ഭംഗി കൂടും, പിന്നെ ഹെൽത്തി ആവും. എനിക്ക് വിശ്വാസമില്ല, പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. അതായത് ബേർഡ് ഹൗസ് ആണ്. അതായത് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വലിയ വീടുകൾ ഇവർ ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിന് കുറെ ഹോൾസ് ഉണ്ട്. അതിനകത്ത് പക്ഷികൾ ആകർഷിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അവർ ചെയ്യുന്നുണ്ടാവും. അത് ട്രേഡ് സീക്രട്ട് ആണ്, അത് അറിയില്ല. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ബേർഡ് ആണോ? സ്വാലോ സ്വിഫ്റ്റ്. ആ പറയുന്ന ടൈപ്പ് ഓഫ് ബേർഡ്സിനെ ആകർഷിക്കുക ചെയ്യുന്നത്. ആ ഹോൾസ് ആ പക്ഷികൾക്ക് അതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പക്ഷികൾ അതിനകത്ത് വന്നിട്ട് അവരുടെ കൂടുണ്ടാക്കും. ആ പക്ഷി അവരുടെ സലൈവ കൊണ്ട്, ഉമിനീര് കൊണ്ട് ഒരു ടൈപ്പ് ഓഫ് നെസ്റ്റ്, അവരുടെ കൂട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പക്ഷിയാണ്. എന്നിട്ട് ആ കൂട് ഇവർ കളക്ട് ചെയ്യും, ബേർഡ്സ് നെസ്റ്റ് അത് കളക്ട് ചെയ്യും. അതൊരു ചൈനീസ് ആണോ? ചൈനീസ് ഡെലിക്കസി ആണ് കേട്ടോ. അത് ഭയങ്കര, അത് കഴിച്ചു കഴിഞ്ഞാല് വൈറ്റമിൻ പോലെ കഴിക്കും. ഓക്കെ അങ്ങനെ കഴിക്കാനുള്ള സാധനത്തിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അതിന് ഭയങ്കര ഡിമാൻഡാണ് അത്രേ. അതായത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അവറേജ് $3000 പെർ kg ഉണ്ട്. $3000 എന്ന് പറയുമ്പോൾ 2.5 ലക്ഷത്തോളം രൂപയായി ഒരു കിലോഗ്രാമിന് കേട്ടോ. സംഗതി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കിലോഗ്രാമിന് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണ്ടി വരും. എങ്കിലും 2.5 ലക്ഷത്തോളം രൂപ, 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയൊക്കെ ഇന്ത്യൻ രൂപ വില വരും ആ ബേർഡ്സ് നെസ്റ്റിന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമായി. താങ്ക് യു സ്റ്റീഫൻ. നമ്മൾ ചുമ്മാ അതിൽ പോവുകയാണെങ്കിൽ അതെന്തോ ഒരു ബിൽഡിങ്, കുറെ ഓട്ടയുണ്ട്, അങ്ങനെ അങ്ങോട്ട് പോവുകയുള്ളൂ. പക്ഷേ സ്റ്റീഫൻ ഉള്ളത് കൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ചൈനീസ് കൾച്ചർ അല്ലേ. ഓക്കെ ചൈനീസ് കൾച്ചർ പുറത്ത് ചിലപ്പോൾ ഇത് കുറച്ചൊരു സീക്രട്ടും കൂടിയാണല്ലേ. അതങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൊന്നുമില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത്ര അവരതിനകത്തേക്ക് നമ്മളെ എൻട്രി ചെയ്യില്ല, അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞൊന്നും തരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്തിയിട്ട് അകത്തൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ ഒരു മാർഗമല്ല. സലാമത്തെത്തോങ് ബുക്കിറ്റ് ജുഗ്ര, അത് ആ ഒരു മലയുടെ പേരുണ്ട്. നമ്മൾ ആ മലയുടെ മുകളിലേക്ക് ഒന്ന് കയറാം എന്ന് പറഞ്ഞു സ്റ്റീഫൻ. ഓക്കെ, ഇവിടുന്ന് റൈറ്റിലേക്കല്ലേ? ബ്ലോക്ക് ആണോ? അല്ല പോവാൻ പറ്റും. Auntie,可以上吗？可以上吗？不可以上啊？怎么关了啊？哦，路坏是吗？road problem ആണ്. So ഇപ്പോൾ റെയിനിങ് ടൈം അല്ലേ, റെയിനിങ് സീസൺ അല്ലേ. ഇപ്പൊ റെയിനിങ് ഉണ്ടോ? അല്ല, ഇപ്പോൾ റെയിനിങ് ഇല്ല, പക്ഷേ ലാസ്റ്റ് ഫ്യൂ വീക്സ് റെയിനിങ് അല്ലേ. റോഡ് കുറച്ച് പ്രോബ്ലം ആണ്. അവ മേലെ പോകാൻ പറ്റില്ല. ആണോ? പോയി നോക്കണോ? റോഡ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ട്രൈ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഏത് ഭാഷ സംസാരിച്ചേ? മാൻഡറിൻ ഭാഷ. ഇപ്പൊ ലാസ്റ്റ് നല്ല റെയിനി സീസൺ ആയിരുന്നല്ലോ, അപ്പൊ റോഡൊക്കെ കംപ്ലൈന്റ് ആയി കിടക്കുകയത്രേ. അതാണ് അവര് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ അത്യാവശ്യം നല്ല കുത്തനുള്ള റോഡാണ് കേട്ടോ. താഴത്തെ കടയിലൊരു അമ്മച്ചിയായിരുന്നു കേട്ടോ. ആ അമ്മച്ചിയെ നമ്മുടെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. മോശം റോഡ് അവർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല. അവിടെ 1-2 ഭാഗത്ത് ചെറിയ വർക്ക് നടക്കുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലാതെ റോഡിന് ഒരു കുഴപ്പമില്ല. റോഡിൽ കുറെ ഇലകളൊക്കെ കിടക്കുന്നുണ്ട്, അതാണ് മോശം റോഡ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ബുക്കിറ്റ് ജുഗ്ര എന്ന് പറയുന്ന ജുഗ്ര മലയുടെ മുകളിലെത്തിട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോ ചോദിച്ചപ്പോൾ ടൂറിസ്റ്റുകൾ അധികം വരാറില്ല, ലോക്കൽസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ കാണാനുള്ളൊരു സംഗതി, എന്തോ ഒരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പുറമെ ഇവിടെ ഉള്ളത് ഒരു റഡാർ പോലെ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കടലാണ്, അപ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഒരുപാട് വലുതല്ല, ഇത്രയും വലിയ മലയുടെ, കുറച്ച് വലിപ്പമുള്ള മലയുടെ മുകളിലായതുകൊണ്ട് അത്രയും ഹൈറ്റ് ഇല്ല കേട്ടോ. നമ്മളിതാ ഈ വഴിക്കാണ് ഇങ്ങോട്ട് വന്നത്. ഇതെന്തോ കവുങ്ങ് പോലെ സംഭവം ഉണ്ട്. ഇത് കവുങ്ങല്ല, പക്ഷേ കവുങ്ങ് പോലെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല കാറ്റുണ്ട് ഇവിടെ, മലയുടെ മുകളിലായതുകൊണ്ട്. പട്ടി ശ്രദ്ധിക്കാനല്ലേ? ലാസ്റ്റ് ടൈം പേടിച്ചതാണല്ലോ അല്ലേ?
ക്ലെയിം ചെയ്യാം. അതാണ് വഴി. സ്റ്റീഫൻ ഈ വഴി പോകുന്നുണ്ടോ? ലാസ്റ്റ് ടൈം കേരളത്തിൽ വന്നപ്പോൾ പട്ടി കടിച്ചിട്ടേ ആ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ പട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നടക്കുന്നതാണ്. ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ്. ഇതേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കടൽ കാണാം. കടലും ഉണ്ട്. ഇവിടെ പുഴയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമ്മുടെ നേരെ അടുത്തായിട്ട് പുഴ കാണാം. അതിൻ്റെ അപ്പുറത്ത് കടൽ. ഇതേ പട്ടി വരുന്നു. എനിക്ക് പേടിയുണ്ട്, പക്ഷെ അത്ര പേടിയില്ല. ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ മലയുടെ സൈഡിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഉള്ള വ്യൂ ആസ്വദിക്കാൻ പറ്റും. കണ്ടോ നല്ല രസമല്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഇതാ പുൽത്തകിരിയാണ്. താഴേക്ക് ഇങ്ങനെ ഉരുണ്ടങ്ങോട്ട് പോകാൻ പറ്റും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കില്ല, അങ്ങോട്ട് താഴത്തേക്ക് എത്തും. കണ്ടോ ആ ഭാഗത്ത് കടൽ, ഇവിടെ പുഴ. ഇവിടെ എന്തോ മിലിറ്ററിയുടെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം മറ്റേ ഇതാണ്, എന്താ അതിന് പറയാം, ഫിഷ് ഫാംസ് ആണ്. ഫിഷ് മീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാനും നടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല കാറ്റാണ്, രസമാണ്. നല്ല അടിപൊളി മരത്തിൻ്റെ തണലൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമയം ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ആ വേരിൻ്റെ മുകളിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നു കേട്ടോ. ഇവിടെ വേറെ സംഭവമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ബേർഡ്സ് ഹൗസ്, അതൊരെണ്ണം നല്ല വൃത്തിയിൽ ഇവിടുന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നതെല്ലാം മറ്റേ ഇതാണ് കേട്ടോ, ഓയിൽ പാം കൃഷി ചെയ്തേക്കാം കേട്ടോ. ഇത് മുഴുവനും ഓയിൽ പാമാണ്, എണ്ണപ്പനയാണ് കേട്ടോ. ഞാനിതിങ്ങനെ അത്ഭുതപ്പെട്ടപ്പോൾ സ്റ്റീഫൻ ബ്രോ പറയുന്നത് ഇത് വളരെ ചെറിയ ഏരിയയാണ്, മലേഷ്യയിൽ മൊത്തം ഇത് തന്നെയാണെന്നാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ ഓൺലൈനിൽ വെറുതെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പെർ ഇയർ ലാസ്റ്റ് 2022 ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ട കണക്ക് 18.45 മില്യൺ ടണ്ണാണ് മലേഷ്യയുടെ ഓയിൽ പ്രൊഡക്ഷൻ, പാം ഓയിൽ പ്രൊഡക്ഷൻ. അപ്പോൾ പിന്നെ ഇത്രയും ഒക്കെ കണ്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സോ സ്റ്റീഫൻ, give me your hand. What's next? Next. Surprise. വീണ്ടും സർപ്രൈസ് ആണ്. എന്ത് സർപ്രൈസും ആയാലും കുഴപ്പമില്ല, അതിൻ്റെ മുമ്പ് എനിക്ക് ഭക്ഷണം കഴിക്കണം. എവിടുന്ന കഴിക്കുക? ബന്ദർ സിറ്റി. സർപ്രൈസ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാം എന്നുള്ളതായിരിക്കും. ഒന്നും ഫിക്സ് ഇല്ല. ഓക്കെ. നമ്മളപ്പോൾ മല ഇറങ്ങി താഴേക്ക് പോവാൻ കേട്ടോ. നമ്മളവിടുന്ന് ആ വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലത്തു നിന്ന് മുകളിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുറ്റി പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ പക്ഷികൾ, സ്വിഫ്റ്റ്ലെറ്റ് എന്ന് പറയുന്ന പക്ഷികൾ അവിടെ പറക്കുന്നതാണ് കേട്ടോ. ചെറിയൊരു തരം പക്ഷിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് മാർക്കറ്റിലേക്ക് അയക്കുന്ന ആ പ്രോഡക്റ്റിന് അവസാനം $5,000 വരെ വില വരുന്നതാണ് പറഞ്ഞത്. ഏകദേശം 4 ലക്ഷം രൂപ ഒരു പക്ഷിക്കൂടിൻ്റെ വിലയാണ് കേട്ടോ. അതിൽ തന്നെ ഈ നാച്ചുറൽ സ്വിഫ്റ്റ്ലെറ്റിൻ്റെ കൂടുകളുണ്ടാവും. ഈ വലിയ പാറക്കെട്ടുകളുടെയൊക്കെ സ്റ്റീപ്പായിട്ടുള്ള പാറക്കെട്ടുകളിലൊക്കെയാണ് ഇത്ര ഇത് കൂടുണ്ടാക്കുന്നത്. അത് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇത്ര അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ അതിന് വീണ്ടും വില കൂടുന്നുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെങ്ങനെ ഈ ബേർഡ്സ് ഹൗസ് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണ്. നമ്മളിപ്പോൾ താഴത്തെത്തി. നമ്മളിപ്പോൾ മലയിലേക്ക് വണ്ടി കൊണ്ടല്ലേ പോയത്, അവിടെ പോയിട്ടല്ലേ പാർക്ക് ചെയ്തത്. ഇവിടെ എന്തിനാ പാർക്കിംഗ് സ്പേസ്? ഇവിടെയാ ഇവിടെ പാർക്കിംഗ് കാരണം കുറെ ആള് വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ മേലെ നടക്കാൻ പോവാം. അത് ഓക്കെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മലയുടെ പേര് തന്നെ കേട്ടോ ഇവിടെ എഴുതിച്ചേക്കണത്. അപ്പോൾ ഇത് അതിൻ്റെ സ്പേസ് തന്നെയാണ്. ഇവിടെ വാഷ്റൂം ഉണ്ട്, ഈ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആളുകൾ വണ്ടി കൊണ്ട് വന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം മലേൻ്റെ മുകളിലേക്ക് നടന്നിട്ടും ഓടിയിട്ടൊക്കെ പോകുന്നു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രേ. നമ്മൾ നേരെ കാറും കൊണ്ട് തന്നെ പോയിട്ട് വന്നല്ലേ. ഇനിയൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ.